ഹലോ, പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ചിക്കൻ റെസിപ്പി നോക്കിയാലോ. 3 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. തക്കാളി അരച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഒരു തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇച്ചിരി പച്ച തക്കാളി ആയിരുന്നു, അതാ ഈ കളർ കേട്ടോ. നല്ല പഴുത്ത തക്കാളി നോക്കി എടുത്തോട്ടോ. എന്നിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി ഉലുവ പൊട്ടിച്ചെടുക്കാവേ. അരിഞ്ഞു വെച്ച സവാളയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സവാള നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ ഒരു രണ്ട് വിസിലൊക്കെയാണ് നമ്മൾ അടുപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് സവാള വഴന്ന് കിട്ടും. നമ്മളല്ലാതെ എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവുന്നുണ്ട്. അത് ലാഭിക്കാൻ വേണ്ടി. പക്ഷേ ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നല്ല ഒന്ന് മിക്സായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് വേണ്ട ഒരു ഇച്ചിരി വെള്ളമാണ് ഒഴിക്കുന്നത്. കാരണം നമ്മൾ കുക്കർ അടച്ചു വെച്ച് വേവിക്കുന്നതുകൊണ്ട് നമുക്ക് അടി പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. എല്ലാം ഒന്ന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കുക്കർ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് 2 വിസിലാണ്, 2 അല്ലെങ്കിൽ 3 വിസിൽ കേൾപ്പിക്കുക. അപ്പോൾ സവാള നന്നായിട്ട് വെന്ത് ഉടഞ്ഞോളും. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കഴുകിയെടുക്കേണ്ടതാണ്. കാരണം സമയം ലാഭിക്കാനാണല്ലോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ ഒന്നും കൂടി ഒരു 10 സെക്കൻഡും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. സവാള ഒന്ന് ഇളക്കി ഇതാക്കി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. നമ്മുടെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കാശ്മീരി, ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. ചിക്കൻ മസാലയാണ് അടുത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ തന്നെ ഒരു മില്ലിൽ പൊടിച്ചെടുക്കുന്ന ചിക്കൻ മസാലയാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ പൊടിയുടെ മണമെല്ലാം മാറി, പച്ചമണം എല്ലാം മാറി വരുന്നവരെ, കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ നന്നായിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സായി പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മുടെ തക്കാളി പേസ്റ്റും കൂടി നമുക്ക് അതിനകത്തോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. അത് കഴിഞ്ഞ് വഴന്ന് വന്ന ചിക്കൻ ആഡ് ചെയ്യാവേ. ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് ഈ ഗ്രേവിയിൽ മിക്സാക്കി എടുക്കുക. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇതൊന്ന് ഇളക്കി ചിക്കനും ഗ്രേവിയും കൂടി ഒന്ന് ഒരു 5 സെക്കൻഡ് ഒന്ന് ഇതിൽ തന്നെ തീയിൽ തന്നെ ഒന്ന് വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഉപ്പ്, നമ്മൾ നേരത്തെ സവാളയ്ക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഉപ്പും എല്ലാം ഇട്ടിട്ട് പൊടി എന്തെങ്കിലും നോക്കിയിട്ട് കുറവുള്ള പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കിയെടുത്തിട്ട് നമ്മുടെ കുക്കർ അടച്ചു വയ്ക്കുക. 2 വിസിലാണ് അടുപ്പിക്കുന്നത്. 2 വിസിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചപ്പാത്തി, പൊറോട്ട, ചോറ്, നെയ്ച്ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.